you're watching Minar Padnalam Ravas Season 3. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പാർട്ടിസിപ്പന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome Rabiullah. ഹായ് മോനൂട്ട. ഇപ്പൊ എല്ലാരും മോനൂട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയോ? ആ, നല്ല കാര്യല്ലേ? നല്ല കാര്യ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. റബിയുള്ള കഴിഞ്ഞ 3 പെർഫോമൻസും ഇവിടുന്ന് തകർത്ത് വാരി നല്ല മാർക്സ് ഒക്കെ കൊണ്ടാണ് പോയത്. അപ്പം ഇന്നത്തെ പെർഫോമൻസും അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കട്ടെ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ആസിയ ബി മറിയം കൂടി. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഗസ്റ്റ് അസീസ്ക. ഏതായാലും ഒരു പഴയ ചരിത്രം ഉണർത്തുന്ന പാട്ട് തന്നെ ആയിരിക്കും. ആസിയ ബി മറിയം കൂടി. ഏതായാലും മോൻ്റെ ആ പാട്ട് കേൾക്കാൻ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി പാടാനുള്ള ശക്തി പടച്ച മോൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും കൂടി ചെയ്യാം. താങ്ക് യു അസീസ്ക. റബിയുള്ള അപ്പം നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. ഓൾ ദ ബെസ്റ്റ്. Thank you.
നല്ലൊരു പാട്ട്. മോൻ എപ്പോഴും പോലെ തന്നെ നന്നായിട്ട് പാടി. ഇന്ന് കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഭയങ്കര ലൈവ്ലി ആയി കഴിഞ്ഞു പെർഫോമൻസ്. ഈ ഒരു കള്ളച്ചിരിയും പിന്നെ ആ കഥകളി വിട്ടു മാറിയിട്ടില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി അതൊന്നും വിട്ടുപോയിട്ടില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. താങ്ക് യു. എന്തായാലും നമുക്ക് കമന്റ്സ് അറിയാം. അസീസ്ക, അമ്മ റബിയുള്ള, ഈ പാട്ട് നേരത്തെ കഴിഞ്ഞ മറ്റൊരു പാട്ട് പോലെ ഈ പാട്ടിൽ വല്ല ആശയം പോയി മനസ്സിലാക്കിയിരുന്നു. അതായത് കല്യാണ ചടങ്ങാന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? അത് എവിടെ വെച്ചുള്ളതാണ്? സ്വർഗത്തിൽ. സ്വർഗത്തിൽ. അപ്പോൾ ഈ കല്യാണം കേൾക്കുമ്പോൾ വല്ലാതൊരു, സാധാരണ സ്വർഗത്തിൽ ധാരാളം കല്യാണം പറയുന്നുണ്ട്. ഈ ഒരു കല്യാണത്തിൽ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താ? നബിത്തങ്ങളെ കല്യാണമാണ്. നിബിതങ്ങളുടെ കല്യാണം. പക്ഷെ എന്താ അവിടെ ഫാത്തിമ ബി, ആയിഷ ബി, ഖദീജ ബി ഒക്കെയാണ് അന്നത്തെ കല്യാണത്തിന് സദ്യ വിളമ്പുന്നത്. അപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ട്. അതെന്താ കാര്യം വല്ല മനസ്സിലായിട്ടുണ്ടോ? ആസിയബിയും മറിയം ബി. കറക്റ്റ്. വളരെ അർത്ഥവത്തായ പാട്ടായിട്ടുണ്ട്. സ്വർഗത്തിൽ ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടെന്നൊക്കെ പഠിക്കാനും ചരിത്രം തന്നെയാണത്. അതുകൊണ്ട് വളരെ റബിയുള്ളവൻ അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക് യു അസീസ്ക. ഷാൻസോ? മോനൂട്ടാ, ആദ്യം നല്ല കാര്യം പറയണോ മോശം കാര്യം പറയണോ? ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും അതെ, നല്ല കാര്യം പറഞ്ഞു. നല്ല കാര്യം പറഞ്ഞാൽ മതി. നല്ല കാര്യം പറഞ്ഞാൽ മതി. മോശം കാര്യം ഒന്നും പറയണ്ട. എനിക്കാകെ ഞാനിപ്പോൾ എന്തായാലും മോശം പറഞ്ഞു തുടങ്ങാൻ തന്നെ ഒന്നുമില്ല. എനിക്ക് നമ്മളെ ചരണം, അതായത് പല്ലവി കഴിഞ്ഞു, അനുപല്ലവി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന ചരണത്തിൽ, അല്ല അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എന്ത് കച്ചവടം? പ്ലാൻസ് കച്ചവടം. കുറേ പ്ലാൻസ് വന്നല്ലേ. അത് ചരണത്തിൽ വാക്കും പ്ലാൻ എല്ലാം കൂടിയിട്ട് ഏതോ ഒരു സ്ഥലത്ത് മാത്രം, ബാക്കിയുള്ള സ്ഥലങ്ങൾ മോനങ്ങ് സ്പാറി. മോൻ അത് പല്ലവി അത് പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ബ്രെത്ത് മാനേജ്മെന്റിനെ പറ്റി ഞാൻ ആരോട് പറയും, മോനെ കണ്ടുപഠിക്കണം. ബ്രെത്ത് എവിടെ എടുക്കണം, എവിടെ കട്ട് ചെയ്യാതെ പാടണം എന്നുള്ള ഒരു സംഭവം. അത് ഈ ചെറിയൊരു പ്രായത്തിൽ ഈ വക സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മോന് അസാധ്യമായിട്ട് പാടി. പിന്നെ എന്താ പറയുക, ഇനിയും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നമ്മളെല്ലാവരും നല്ലത്, ഇപ്പോൾ മോനൂട്ടനെ പറ്റി എല്ലാവരും നല്ലത് തന്നെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ എപ്പിസോഡിലും. അത് കേട്ടിട്ട് ഇപ്പം ഞാൻ കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം ഒരിക്കലും വരാനും പാടില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു ഷാൻസ്. ഫൈസൽ മാഷ്? ഒരു കാലത്ത് മാപ്പിളപ്പാട്ടിൽ എല്ലാവരും രാവിലെ റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ടാണ്. കോഴിക്കോട് ആകാശവാണിയിലെ എപ്പോഴും ഈ പാട്ട് കേൾക്കുമായിരുന്നു. നമ്മുടെ ചെലവൂർ KC അബൂബക്കർ എന്ന പ്രശസ്തനായ ഗായകൻ, അദ്ദേഹം തന്നെയാണ് ഇത് എഴുതിയതും. പിന്നെ CVA കുട്ടിയൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചെലവൂർ KC അബൂബക്കറാണ് ഈ പാട്ടിൻ്റെ ക്രിയേഷൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് സംഗീതം ചെയ്തത് പ്രശസ്ത വയലിനിസ്റ്റ് CM വാടിയിലാണ്. ഇപ്പോൾ ഷാജഹാൻ വാടിയിലെ ഷാജു അവരുടെ പിതാവ്, അവർ ദാസേട്ടൻ്റെ ഒക്കെ വയലിനിസ്റ്റായിട്ട് പ്രവർത്തിച്ച, പിന്നെ നമ്മുടെ ബാബുക്കയുടെ കൂടെയൊക്കെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ നല്ല ഒരു സംഗീതമാണ് ഈ പാട്ടിന്. പിന്നെ ആ ഒരു പഴയ കാലത്തേക്ക്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് റേഡിയോയിൽ എപ്പോഴും കേൾക്കുന്ന, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് ആകാശവാണിയിൽ 8:35 കേൾക്കുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ആ കാലത്തേക്ക്, അതാണ് ഇപ്പോൾ ഈ അനശ്വര ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് എന്ത് പറഞ്ഞാലും റബിയുള്ളക്ക് ഒരു സംശയമാണ്. താങ്ക്സ് എന്ന് പറയുമ്പോൾ താങ്ക്സ് അങ്ങനെ പറയാം. അപ്പോൾ അത് അപ്പോൾ റബിയുള്ളക്ക് പറയുന്നതൊന്നും കുറ്റമാണോ അല്ലെങ്കിൽ അത് സന്തോഷമായ നല്ല കാര്യമാണെന്ന് റബിയുള്ളക്ക് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ഗ്യാസില്ലാത്ത സോഡ കുടിച്ച ഒരു മുഖത്ത് അങ്ങനെയല്ല, ഒന്ന് ഉഷാറാവും കേട്ടോ. ഇവിടെ പ്രശ്നമൊന്നും പറയുന്നില്ല. ഒന്നുകൂടി എല്ലാ പാട്ടൊക്കെ ഓക്കെയാണ്. മോന് പാടാനും കഴിവുണ്ട് കേട്ടോ. ഓക്കെ മോനെ. താങ്ക് യു ഫൈസൽ മാഷെ. ബാക്കി നമ്മുടെ രേനത്ത് നോക്കിക്കോളും. രേനത്ത? മോനൂട്ട, മാഷി പറഞ്ഞ ഒന്നുമല്ല മോനൂട്ട, ശരിക്കും നല്ല വിളവനാ. എനിക്കത് നന്നായിട്ട് കുറച്ച് സമയം കൊണ്ടാണ് ഇവിടുന്ന് കുറച്ച് മുമ്പേ മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഒരിത്തിരി നല്ല കുറുമ്പുണ്ട്, ശരിക്കും ഉണ്ട്. കുറച്ച് കഴിഞ്ഞാലൊക്കെ അത് മാറും കേട്ടോ. നമ്മുടെ അസദ് പണ്ട് ഇങ്ങനെ ഇരുന്നില്ല, അപ്പുറത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ എന്തായിരുന്നു, നല്ല കുറുമ്പുണ്ട്. അതുപോലെ തന്നെ മോനൂട്ടനുണ്ട്. പക്ഷെ പാട്ടിൽ നമ്മൾ അസദും അങ്ങനെ തന്നെയല്ലേ, ഇവിടെ കൊണ്ട് കയറിയാൽ പിന്നെ ആ പാട്ടും അവിടെ തന്നെ, അത് നമുക്കിങ്ങോട്ട് കസർത്തി അങ്ങോട്ട് തരും. എനിക്കിതിൻ്റെ ഒരു സ്ഥലമുണ്ട്, മെഹമൂദർ. ആ ഒരു തിങ്സ്, ആ സംഗതി ഒന്ന് പാടി.
മെഹമൂദർ മാത്രം. മെഹമൂദ്. ഒന്നും കൂടി ഇട്ട് പാടി നോക്കിയേ. മുത്ത് മെഹമൂദര തൃക്കല്യ. ഒന്നും കൂടി അങ്ങോട്ട് ഇട്ട് പാടി ഒന്ന് കേക്കാൻ വേണ്ടി. മുത്ത് മെഹമൂദര തൃക്കല്യാണ. ഇത് ഹോൾസെയിൽ റീറ്റെയിൽ മാത്രമല്ല, ഇവൻ തന്നെയാ പ്രൊഡക്ഷൻ മൊത്തം, എല്ലാവർക്കും സപ്ലൈ. അതങ്ങനെയല്ല. ഈ പിന്നെ ബാദുഷാ, അസദ്, സൽമാൻ, നമ്മുടെ മോനൂട്ടൻ, ഇവരൊക്കെയാണ്. അപ്പോൾ ഇവർ 4-5 പേരിരിക്കുന്ന ഒരു വേദികളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംഗതി റിയലായിരിക്കും, അങ്ങനെ മൊത്തമായിരിക്കും. എന്തായാലും നന്നായിട്ട് തന്നെ പാടി. എനിക്കും അത് 1-2 സ്ഥലങ്ങളിൽ മാത്രം, അതൊരു ആ ചരണ പറഞ്ഞില്ലേ നേരത്തെ, അങ്ങനെ 1-2. ബാക്കിയൊക്കെ മോൻ ഇത് എന്താ പറയുക, ഇതൊന്നും ഇനി അങ്ങോട്ട് താഴോട്ട് പോകരുത്. കുറേ സംഗതി എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം പറയുന്ന മോൻ നന്നായിട്ട് പാടുന്നെന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ട് പോവാണ്ട് നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു രണത്ത. റബിയുള്ള, എന്താ നമ്മുടെ ജഡ്ജസ് പറഞ്ഞ ഇപ്പോൾ? 1-2 പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നാലും നന്നായി പാടി എന്ന് പറഞ്ഞത് അവൻ പറയൂല. നന്നായി പാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ നന്നായി പാടി. ഓക്കെ, എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. അറിയാം. രണത്ത 26 on 30. ഷാൻസ മോനെ സംശയമൊക്കെ മാറ്റി വെക്കാട്ടോ, അതും സംശയം. 26 again. ഫൈസൽ മാഷ് അങ്ങനെ നോക്കല്ല, സംശയത്തെ നല്ല രീതിയിൽ നോക്കാം. 26. റബിയുള്ള, 3 ആൾക്കാർ തന്ന മാർക്സ് എത്രയാ? 26. ഇനി on 10 എത്രയുണ്ടെന്ന് നോക്കാം. അസീസ്ക ഇയാൾക്ക് ഒരു 7 മാർക്ക് കൊടുക്കാം. 7 on 10. റബിയുള്ള, ടോട്ടൽ മാർക്സ് എത്രയാ കണക്കൂട്ടിയ? 85 on 100. കൺഗ്രാറ്റുലേഷൻസ്. കുഴപ്പമില്ലാത്ത സ്കോഴ്സ് ആണ് റബിയുള്ള. അപ്പം നമുക്ക് അടുത്ത പെർഫോമൻസിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.